നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് ജൂലൈ 1 ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതും നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ ദിവസം പുതിയൊരു ദിവസം തുടങ്ങിയാണ്. പുതിയ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുകയും പുതിയ പല കാര്യങ്ങളും ചെയ്യാൻ മനസ്സിനെ പ്രാപ്തമാക്കുകയും തിരിച്ചറിവുകളിലൂടെ വിവേകത്തോടുകൂടി തന്നെ വളരെയധികം ഇന്നലെ വരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഒരു പാഠമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടുകൊണ്ട് ഇന്നു മുതൽ പുതിയൊരാളായി തീരാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണം. നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരണമെങ്കിൽ നമ്മൾ സ്വയം പ്രയത്നിക്കണം. ചുറ്റുമുള്ളവരെ ആശ്രയിക്കുക എന്നത് നമ്മളോടൊപ്പമുള്ളവരായിക്കോട്ടെ, നമുക്ക് ചുറ്റും നിൽക്കുന്നവരായിക്കോട്ടെ, ആരെയും ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ചിന്തയെ തന്നെ ഈ നിമിഷം മുതൽ എടുത്തു മാറ്റുക. ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒറ്റയ്ക്ക് ഏതൊക്കെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാൻ പറ്റും എന്നുള്ള ഒരു തോട്ട്സിലേക്ക്, ആ ഒരു മനധൈര്യത്തിലേക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം മുതൽ കടന്നു വരണം. ബന്ധങ്ങളിലൊന്നും ബന്ധനപ്പെട്ട് നിൽക്കാതെ, ഒരു ബന്ധങ്ങളിലും ചെന്ന് ചാടാതെ, അല്ലെങ്കിൽ ഒരു ബന്ധങ്ങളിലും നിങ്ങളെ മറന്ന് നിങ്ങൾ അഡിക്റ്റഡ് ആവാതിരിക്കാൻ ശ്രമിക്കണം. സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കർമ്മ പോലും ജീവിതത്തിൽ വരാത്ത വിധം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും സന്തോഷത്തോടു കൂടി നന്ദിയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യണം. ഒരു ലോൺ അടയ്ക്കാനുണ്ടെങ്കിൽ പോലും അവിടെ ഒരു നന്ദി വാക്ക് നമ്മൾ മനസ്സിൽ പറയണം. പോയിട്ട് അതിനേക്കാൾ വേഗത്തിൽ നീ എന്നിലേക്ക് തിരിച്ചു വരണം, ഞാൻ നിന്നെ സന്തോഷത്തോടെയാണ് പറഞ്ഞയക്കുന്നതെന്ന് നമ്മളൊരു കുഞ്ഞിനെ യാത്രയാക്കുന്ന അതേപോലെ തന്നെ ആയിരിക്കണം സാമ്പത്തികവും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളും ഏറ്റവും പ്രാധാന്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇന്ന് മുതൽ, ഇന്നലെ വരെ നിങ്ങൾ എഴുതിയില്ലേ അതൊന്നും നമുക്കറിയണ്ട. ഇന്നു മുതൽ ഒരു ദിവസം മുടങ്ങാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതി തുടങ്ങണം. ഒരു മാറ്റവും ഒരു മടിയും അല്ലെങ്കിൽ ഒരു അവിശ്വാസവും നിങ്ങൾ അതിൽ കലർത്തരുത്. ഈ ദിവസം മുതൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പോ എപ്പോഴൊക്കെയാണോ സമയം കിട്ടുന്ന ആ സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ ആ ഒരു അവസ്ഥയിലൂടെ ഈ കറൻറ്റിൽ നീ കൊണ്ടുപോകുന്നതിന് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന അഫർമേഷൻസ് എഴുതണം. നമ്മൾ ജീവിതത്തിൽ വിജയിച്ചാൽ മാത്രമേ നമ്മളുടേതാകുന്ന ഒരു ജന്മം പൂർണ്ണതയിലെത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ സോള് വീണ്ടും കുറ്റബോധം കൊണ്ട് നീറാനും വീണ്ടും ജന്മങ്ങൾ എടുക്കാനും വീണ്ടും സ്ട്രഗിൾ ആകുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാനും ഒക്കെ ഇടവരും. അപ്പം നമ്മൾക്ക് എന്തൊക്കെയാണോ വേണ്ടത്, എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യാൻ നമ്മൾ ഇന്ന് ഈ ഒരു ജന്മം തയ്യാറാവുക കേട്ടോ. അതിനുവേണ്ടി പ്രയത്നിക്കുക, നാനാ മാർഗങ്ങളും ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം മാറ്റങ്ങളുടെയും ഫോർഗീവ്നെസ്സിൻ്റെയും ഒക്കെ ദിവസമായിട്ട് കാണണം. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്. നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ജനറൽ റീഡിങ്സുകളിൽ നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ നിങ്ങൾ റീഡിങ്സ് കാണുക കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. പോസിറ്റീവ് ആകുന്ന ഒരു ഇൻഫർമേഷൻസ് കിട്ടാൻ മനസ്സിലൊരു ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ കൺഫ്യൂഷൻ പോലെ ചില ചോദ്യങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം റീഡിങ്സ് കേൾക്കുന്നതിന് മുമ്പ് ഈ മനസ്സിൽ കിടക്കുന്ന ഈ ഒരു ചോദ്യത്തിന് എനിക്ക് ഇന്നൊരു മറുപടി തരണം, പ്ലീസ് പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സുകൾ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഇമോഷണലി ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത്. വിട്ടുവീഴ്ചകൾക്ക് നിൽക്കാനും വൈകാരികമായിട്ട് അടിമപ്പെടാനുമൊന്നും ഇനി നിങ്ങളിൽ പലരും തയ്യാറല്ല. വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളൊരു തീരുമാനമെടുക്കുന്നു. ഇറങ്ങിപ്പോകണമെന്ന് പലവട്ടം ചിന്തിച്ച പലയിടത്തും നിങ്ങൾ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ശരിയാകുമെന്ന് ചിന്തിച്ച് വെയിറ്റിംഗ് ചെയ്തിരുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ആ ഒരു കപ്പ് ഓഫ് ലവിനെ എല്ലാം, ആ ഒരു വൈകാരികമാകുന്ന ബന്ധങ്ങളെയെല്ലാം നിങ്ങൾ
മറന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. അപ്പോൾ പല ഇടങ്ങളിൽ നിന്നും, പല ബന്ധങ്ങളിൽ നിന്നും, പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ പിന്മാറാൻ ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻസാണ്. ചിലപ്പോൾ കാത്തിരുന്നു മടുത്തിട്ട് ഇനി ആ ഒരു സിറ്റുവേഷൻസ് എനിക്ക് വേണ്ട, ആ ഒരു സാഹചര്യത്തിലേക്ക് ഇനി ഞാൻ പോകണ്ട, എന്നെ വാല്യൂ കൽപ്പിക്കാത്ത, എന്നെ മനസ്സിലാക്കാത്ത, എൻ്റെ വേദന അറിയാൻ പറ്റാത്ത ഒരിടത്തും ഇനി ഞാൻ നിൽക്കുന്നതിൽ കാര്യമില്ല എന്ന ഒരു തോന്നൽ, ആ ഒരു ചിന്ത നിങ്ങളെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി കാണാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അത് കടന്നു വന്നിരിക്കുന്നു. നിങ്ങൾ ഉറച്ച തീരുമാനമെടുക്കുന്നു. നിങ്ങൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങളോടൊപ്പമുള്ള ബാലൻസ് നിൽക്കുന്ന എനർജികളിലാണെങ്കിലും നിങ്ങൾ തൃപ്തിപ്പെടാൻ തയ്യാറാകുന്നു. ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച, പ്രതീക്ഷ തന്നിട്ട് നിങ്ങൾക്കൊന്നും തരാതെ നിങ്ങളെ വെറുമൊരു ഒന്നുമല്ലാത്ത രീതിയിലാക്കി തീർത്ത സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ചിലരെ സംബന്ധിച്ച് ഹാപ്പി ഫാമിലി എനർജിയാണ് കേട്ടോ. അത് സ്നേഹബന്ധമാവാം, പ്രണയബന്ധമാവാം, പാർട്ട്നേഴ്സ്, അതായത് ഫാമിലി ലൈഫാവാം. ചില ഇടങ്ങൾ, അങ്ങനെയുള്ള ചില ഇടങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ പുറത്ത് കടക്കുമെന്നുള്ള ഉറച്ച തീരുമാനവും അതിനോടൊപ്പം നിങ്ങൾ പുറത്ത് കടക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷേ നിങ്ങളവിടെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവാം പിടിച്ച് നിൽക്കാനായിട്ട്. ആ സിറ്റുവേഷൻസിനെ ഒന്ന് ലൈഫ് ലോങ് കൊണ്ടുപോകണമെന്ന് ചിന്തിച്ച് നിങ്ങളെല്ലാ സാഹചര്യങ്ങളിലും അടിമപ്പെട്ട് മാക്സിമം താഴാവുന്ന അത്രയും താഴ്ന്നിട്ടും നിങ്ങൾക്ക് വാല്യൂ ഇല്ല എന്ന് മനസ്സിലായതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് പുറത്ത് കടക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു ട്രാജഡിയാണ് കേട്ടോ മക്കളെ. നമുക്കത് നല്ലതാണ് എന്നല്ല, അതായത് നിങ്ങൾക്കത് പെയിനാണ്, നിങ്ങൾക്ക് ആ ഒരു വേദനയാണ്. പക്ഷേ എന്നാലും ഒരു ബിഗ് ചേഞ്ചിങ് പോലെ ഒരു വലിയ മാറ്റം സംഭവിക്കട്ടെ, അല്ലെങ്കിൽ നല്ലത് വരട്ടെ എന്നുള്ളൊരു അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് കേട്ടോ നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കടക്കുന്നത്. പക്ഷെ അവർ പുറത്ത് കടക്കുക എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് നേരിടുന്ന ആ ഒരു ജഡ്ജ്മെൻറ്റിങ്, മറ്റൊരാളുടെ കീഴിൽ എപ്പോഴും ഒന്നുമല്ലാതെ നിൽക്കുന്നതിനേക്കാൾ ഭേദം പുറത്ത് കടക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസ് അവസാനിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. ഇതിനകത്ത് മദർ എനർജിയുടെ ഓവറായിട്ടുള്ള ഒരു കൺട്രോളിങ് നിങ്ങളുടെ റിലേഷനെ ബാധിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ബന്ധത്തെ. അല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡിയുടെ പ്രസൻസ് ആവാം, വിഡോ എനർജിയിലുള്ളൊരു വ്യക്തിയുടെ പ്രസൻസ് ആവാം, കുറച്ച് ധാർഷ്ട്യമുള്ള, അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസിന് വലിയ വാല്യൂ കൽപ്പിക്കാതെ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇടിച്ച് കയറി വരുന്ന, മറ്റുള്ളവർക്കിടയിലേക്ക് കയറാൻ മടിയില്ലാതെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ, എന്നാൽ അവരുടെ പാവവും അവരുടെ സിറ്റുവേഷൻസൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് അവർ നല്ല ഒരു പോസിറ്റീവായ കാര്യമാണ് ചെയ്യുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ നല്ലതാണ്, അവർ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു ഇടപെടലാണ് എന്നുള്ളൊരു ഭാവം അല്ലെങ്കിൽ ആ ഒരു ധാരണ അവരിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതായത് തൻ്റെ തെറ്റു മനസ്സിലാക്കാതെ, താൻ ചെയ്യുന്ന തെറ്റാണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാതെ മറ്റുള്ളവരെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യുക, മറ്റുള്ളവരെ കൂടുതലായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്ന ഒരു ക്യാരക്ടർ ബേസിലുള്ള വ്യക്തിയാണ് ഈ ഒരു ബന്ധത്തിൽ തകർച്ച അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് കടക്കാനുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് വളരെ കുറച്ച് കഴിഞ്ഞാലും കാര്യങ്ങളൊക്കെ റെഡി ആകുമെന്ന് പ്രതീക്ഷിച്ച് വെയിറ്റിംഗ് ചെയ്തവർ തന്നെയാണ്, ക്ഷമയോടുകൂടി കാത്തിരുന്നവരാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിൽ നിന്നും പുറത്ത് കടക്കുന്നതായിട്ട് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 5 ഓഫ് സോഴ്സിൻ്റെ എനർജിയും 3 ഓഫ് സോഴ്സിൻ്റെ എനർജിയൊക്കെയാണ് കേട്ടോ ഇന്ന് വന്ന് നിൽക്കുന്നത്. ഫൈറ്റിംഗ് എനർജി കാണുന്നുണ്ട്. ശക്തമായിട്ട് പ്രതികരിക്കേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതായത് ഒന്നിലധികം വ്യക്തികൾ ഒരു പക്ഷേ നിങ്ങളോട് എപ്പോഴും മത്സരബുദ്ധിയോടുകൂടി പെരുമാറുക. കരിയർ മേഖലയിലാവാം നിങ്ങൾ, അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യുന്ന, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെ കണക്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലുള്ള വ്യക്തികളാവാം. ചിലപ്പോൾ നമ്മുടെ ഫാമിലിക്കുള്ളിലുള്ളവർ തന്നെയാവാം. എപ്പോഴും നിങ്ങളോട് മത്സരത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങളെ വാശി കയറ്റുന്ന രീതിയിൽ നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്ന ചില വ്യക്തികളോട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മുഖത്തടിക്കും പോലെ അല്ലെങ്കിൽ നിങ്ങളെ എതിർക്കുന്ന ശക്തിയോടുകൂടി ഇന്നത്തെ ദിവസം പ്രതികരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ ശരിക്കും മാറ്റങ്ങളാണ് കേട്ടോ. ഇതെല്ലാം സംഭവിക്കുന്നത്
നമ്മളിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചില മാറ്റങ്ങൾ, ഇന്നലെ വരെ നമുക്ക് താങ്ങാൻ വയ്യാതെ നമ്മൾ ചുമന്നുകൊണ്ടിരുന്ന ചില ഭാരങ്ങൾ ഇറക്കി വെക്കുന്നതാവാം, ചില സാഹചര്യങ്ങളിൽ നിന്നും പുറത്ത് കടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഇനി അടുത്ത നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്സിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു സമയമായി എന്നതിൻ്റെ എല്ലാം ഒരു എനർജിയാണ്. ചിലപ്പോൾ ഇനി വൈകാരികമായിട്ടും ഇമോഷണലി ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വൈകാരികമായി ചിന്തിക്കാതെ യുക്തിപൂർവ്വം ചിന്തിക്കേണ്ട സമയമായി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെൽഫ് ഡിസിപ്ലിനൊക്കെ വരേണ്ട സമയമായി. കുറച്ച് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കേണ്ട സമയമായി. ലൈഫിൽ മാറ്റങ്ങൾ വരുത്തണം. അതിന് ഏത് മാർഗം ഉപയോഗിച്ചാലും നിങ്ങൾക്ക് മാറ്റം വരേണ്ട സമയമായി എന്നതാണ് നമുക്ക് ഈ ഒരു എനർജികളിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ വരെ എന്തായിരുന്നു നിങ്ങൾ, അതല്ല ഈ നിമിഷം മുതൽ ഇനി മുന്നോട്ടേക്ക് കേട്ടോ. അതായത് നിങ്ങൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും, ഉപേക്ഷിക്കേണ്ടടുത്ത് നിങ്ങൾ ഉപേക്ഷിക്കും. വേണ്ടാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ എടുത്ത് കളയും. ചുമക്കാൻ വയ്യാതെ മാനസിക ഭാരമാണെങ്കിലും ശാരീരിക ഭാരമാണെങ്കിലും മെൻ്റൽ ഭാരമാണെങ്കിലും നിങ്ങൾ എന്തൊക്കെയാണോ ചുമന്നുകൊണ്ടിരുന്നത് അതെല്ലാം നിങ്ങൾ മുഖം നോക്കാതെ ഇറക്കി വെക്കുന്നു എന്നൊക്കെ തന്നെയാണ് നമുക്ക് എനർജികളിൽ കാണുന്നത്. അപ്പം നെഗറ്റീവ് കാർഡ്സുകളാണ് ഇതിൽ നിൽക്കുന്നതെങ്കിലും ഇതിൻ്റെ എല്ലാം ഫലം നാളേക്ക് വരാൻ പോകുന്നത് വലിയ മാറ്റങ്ങളുടെ സക്സസിൻ്റെ എനർജിയും കൂടിയാണെന്ന് മനസ്സിലാക്കുക. അതായത് വിധി ചേഞ്ച് ആവുകയാണ്. സംസാരിക്കേണ്ടടുത്ത് സംസാരിപ്പിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ക്രൗൺ ചക്ര ചേഞ്ചിങ് ആണ് ഇവിടെ കാണുന്നത്. ആ ഒരു ചേഞ്ചിങ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് നല്ലൊരു അടിസ്ഥാനമുള്ള, നല്ല പോസിറ്റീവ് ആകുന്ന, നല്ല ഒരു കെട്ടുറപ്പുള്ളൊരു ലൈഫ് സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പലയിടത്തും സൈലൻ്റായിട്ട് പറയേണ്ട കാര്യങ്ങൾ പോലും പറയാതെ സൈലൻ്റായിട്ട് നിന്ന പലയിടത്തും നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നു. അതുപോലെ ചീറ്റിംഗ് പ്രസൻസ് കരിയർ മേഖലയിൽ സൂക്ഷിക്കണം. പ്രതീക്ഷിക്കാതെ തന്നെ ഇമോഷണൽ ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് നിങ്ങളൊരു പക്ഷേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എപ്പോഴും മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾ ഷെയർ ചെയ്ത ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചീറ്റിംഗ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതൊരു പക്ഷേ ഒരു ഫെമിനിയൻ എനർജിയിൽ നിന്ന് തന്നെ ആവാൻ കേട്ടോ. പ്രതീക്ഷിക്കാതെ മനസ്സ് തുറന്ന് പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരിടത്തേക്ക് അത് ലീക്കാകുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഒരു വെല്ലുവിളിയും ഹാർട്ട് ബ്രോക്കണും ഒക്കെയാണ്. പക്ഷെ അതെല്ലാം പിന്നീട് വന്ന് ചേരുന്നത് നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അതുപോലെ തന്നെ ചില വ്യക്തികൾ നിങ്ങൾക്ക് പാസ്റ്റിലുള്ള ചില ബന്ധങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, ചിലപ്പോൾ ഈ രണ്ടുപേരും ഒരേ പാർട്ട്നേഴ്സിനെ പോലെ ഒരുമിച്ച് കടന്നുപോയ, ഒരു ഫാമിലി ലൈഫൊക്കെ സ്വപ്നം കണ്ടിരുന്ന, വിവാഹ ജീവിതത്തിലേക്കൊക്കെ എത്തേണ്ടിയിരുന്ന ചില ബന്ധങ്ങൾ നിങ്ങളെ തേടി വരുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ആ ഒരു എനർജിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ചിന്തിച്ചുകൊണ്ടേ ഇരുന്ന് കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയുള്ള വ്യക്തികളുടെ ഓർമ്മകൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയ, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ചില ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു റിയൂണിയൻ പ്രസൻസ്, ഒരു സെക്കൻഡ് ചാൻസ് എനർജി പോലെ വരുന്നുണ്ട് കേട്ടോ. അതൊരു സ്നേഹ പ്രണയ ബന്ധമെന്ന് തന്നെ പറയാം. അതായത് ഇതൊരു ഒരുമിച്ച് ചേരണം, ഒരുമിച്ച് മുന്നോട്ടേക്ക് ലൈഫ് ലോങ് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടും അത് സാധ്യമല്ലാതായി പോയ ഒരു സിറ്റുവേഷൻസിനെയാണ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. അതുപോലെ ദ മജീഷ്യൻ എനർജിയാണ് വന്ന് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ എന്തിനെയാണോ മനസ്സറിഞ്ഞ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്, നിങ്ങൾ അഫർമേഷൻസ് എഴുതുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവാകുന്ന കാര്യങ്ങളെ നിങ്ങൾ ഹീലാക്കി റൈറ്റ് ഹീലിങ്ങിലൂടെ പുറത്ത് കളഞ്ഞ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എത്രത്തോളം ഫ്രഷ് ആണോ നിങ്ങൾ വെച്ചിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഹെൽത്തും വെൽത്തും പോസിറ്റീവ് ആകുന്നു. മാത്രവുമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ആകർഷണീയമായി വരികയും നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ, നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക്, ഒരു പവർഫുൾ എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. ഇതിനകത്ത് വേറൊരു എനർജിയും കൂടി പറയാം. നിങ്ങൾ ഏതെങ്കിലും പാസ്റ്റിലെ വ്യക്തിയെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ, ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ലഭിച്ചിരുന്നെങ്കിൽ, ആ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങളെ തേടി വന്നിരുന്നു
എങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിച്ചുവെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാവുകയാണ് കേട്ടോ. നിങ്ങൾ മനസ്സുകൊണ്ട് വളരെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു കോളോ മെസ്സേജോ ഇന്ന് ഈ അടുത്ത സമയങ്ങളിലോ നിങ്ങളെ തേടി വന്നിരിക്കും. ഇത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു ട്രാവലിംഗ് പ്രസൻസ്, അതായത് ഒരു വിൽ പവർ എനർജിയോടുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾക്കിവിടെ ഫസ്റ്റ് കിട്ടിയ എനർജി പോലെ ചില സിറ്റുവേഷൻസിനെ മാറ്റി നിർത്തേണ്ടതുണ്ട്. ചില ബന്ധങ്ങളെ ഓടിച്ചു വിടണം ജീവിതത്തിൽ നിന്നൊക്കെ. നിങ്ങൾ ചില വ്യക്തികളെ ഓർത്തിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളത് ചെയ്തത്, നിങ്ങൾ ചിലയിടത്ത് മുഖം നോക്കാതെ മറുപടികൾ കൊടുക്കുകയും പ്രതികരിക്കുകയും ചെയ്തതിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലൊരു ന്യൂ ബിഗിനിങ് ആണ്. വിൽ പവർ എനർജിയിലേക്കാണ് നിങ്ങൾ മാറുന്നത്. ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും, എനിക്കതിൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ശക്തമാകുന്ന എനർജി നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഒരുമിച്ചിങ്ങ് വന്നിരിക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ഒരു സ്വപ്നം, ഒരു പാഷൻ, നിങ്ങളുടെ ഒരു ആഗ്രഹം ഒരിക്കലും സാധ്യമാകുമോ എന്ന് ചിന്തിച്ചൊരു കാര്യം നിങ്ങൾക്ക് അത് ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതമായിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതെല്ലാം ഒരുമിച്ച് നിങ്ങൾക്കിപ്പോൾ മുന്നിൽ വന്ന് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് കേട്ടോ. സാമ്പത്തികപരമാകുന്ന മേഖലയാവാം, കരിയർ മേഖലയിലാവാം, നിങ്ങൾ എവിടെയാണോ ഒന്നിലധികം കാര്യങ്ങളെ ഒരുപോലെ റിസ്ക് എടുത്ത് ഫോക്കസ് ചെയ്തത് അതെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ പേടിക്കേണ്ട, അതൊരു സൺറൈസിങ് എനർജിയാണ്. അതിലേത് നിങ്ങൾ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്താലും ഇന്നലെ വരെ നിങ്ങൾ അനുഭവിച്ച ഒരു സ്ട്രെസ് എനർജി, മാനസിക വിഷമം എല്ലാം നിങ്ങൾക്ക് മാറി നിങ്ങൾക്കൊരു പുതിയ വ്യക്തിയായിട്ട്, ഒരു നല്ല ഒരു പ്രൗഡായ, മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ജീവിത വിജയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത്രയും മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു വിൽ പവർ എനർജി നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊള്ളുക. നിങ്ങളുടെ സമയം മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും കുനിഷ്ട് പറഞ്ഞ് തരുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരുമായിട്ട് നിങ്ങൾ ഇന്ന് ഫൈറ്റിങ്ങിന് പോകരുത് കേട്ടോ. അത് പേരൻസിൻ്റെ എനർജി ആവാം, സൗഹൃദത്തിൽ നിങ്ങളോടൊപ്പം എന്തെങ്കിലും ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ഒരു പാർട്ട്ണർഷിപ്പ് എനർജി നിൽക്കുന്ന വ്യക്തികളാവാം. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ കണക്റ്റ് ചെയ്ത് എന്തെങ്കിലും നെഗറ്റീവുകൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇന്ന് കോൺഫ്ലിക്റ്റിൻ്റെയും ചില ചീറ്റിംഗ് പ്രസൻസിൻ്റെയൊക്കെ എനർജി കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. നമ്മൾ ആ സിറ്റുവേഷൻസിനെയൊക്കെ സൈലൻ്റായിട്ട് ക്ഷമയോടുകൂടി മറികടന്നു പോകുക കേട്ടോ. നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് ഫോർഗീവ്നെസ് ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയ, അതായത് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നോ എടുത്തു മാറ്റപ്പെട്ട ചില സിറ്റുവേഷൻസുകൾ റീബർത്ത് എനർജി ആയിട്ട് വരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു എനർജിക്ക് മുന്നിൽ നിങ്ങൾ വാശിയോ വൈരാഗ്യമോ ഒന്നും കാണിക്കരുത്. ഫോർഗീവ്നെസ് ആണ്. ചെയ്തതെല്ലാം, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തിയൊക്കെ ആണെങ്കിൽ അതെല്ലാം മറന്ന് കളയുക കേട്ടോ. അതുപോലെ ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ എനർജിയാണ്. നിങ്ങൾ എവിടെ നിന്നാണോ ഇന്ന് ലൈഫിൽ എല്ലാം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുന്നത്, അവിടെ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ബന്ധം അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് കൂടുതൽ അവിടുത്തെ സിറ്റുവേഷൻസിന്, ആ ഒരു ചെയ്യുന്ന പ്രവൃത്തിയെ ആയാലും അല്ലെങ്കിൽ ആ നിൽക്കുന്ന സാഹചര്യങ്ങളെ ആയാലും ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാവുള്ളൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ്. നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കേട്ടോ. ഇന്നത്തെ ദിവസം പുതിയ തുടക്കമൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു സന്തോഷം, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ അത് തുടങ്ങി വെക്കുന്നതൊക്കെ ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചേഞ്ചിങ്ങിലേക്ക് എത്തിക്കുന്നു എന്നാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്.
നമ്മൾ എന്നും പറയുന്നത് പോലെ മനസ്സിൽ ഒരു കാര്യം ചിന്തിക്കുക, ഒരു ചോദ്യം ചോദിക്കുക കേട്ടോ. ആ ചോദ്യത്തിന് നമുക്ക് ഏഞ്ചൽസ് നൽകുന്ന മറുപടി എന്താണ് എന്നൊന്ന് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ചോദിക്കുക. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഏഞ്ചൽസ് നൽകുന്ന മറുപടിയാണ് ബി അസേർട്ടീവ് എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ ചിന്തിച്ചത് ആ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉറച്ച് നിൽക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു കാര്യം, അതായത് ഇമോഷണൽ ബാലൻസോട് കൂടി ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട്, അതായത് കാര്യത്തെക്കുറിച്ച് ശരിക്കും അറിഞ്ഞ് മനസ്സിലാക്കി മാത്രം പ്രവർത്തിക്കുക. അതുപോലെ നിങ്ങൾ മനസ്സിൽ എന്ത് കാര്യമാണോ ചിന്തിച്ചത് ആ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉറച്ച് നിൽക്കുക. ഇടയ്ക്ക് വെച്ചോ ഇതെനിക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ എനിക്കൊന്നും വിധിച്ചതല്ല എന്ന് ചിന്തിച്ച് പുറകോട്ട് മാറരുത്. നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിച്ച ആ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉറച്ച് നിൽക്കുക, നല്ലതുപോലെ പ്രവർത്തിക്കുക കേട്ടോ.